യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷനാഥൻ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു ശബ്ദത്തോടെ ഇതുവരെ കരുതിയ ഇനിയും കൃപ കരുതിടേ. ഇനിയും രാജ്യത്തിന്റെ 8 മണിക്കാട് സ്വർഗത്തിന് ഉപയോഗിക്കാൻ സ്തോത്രം ചെയ്യും. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കഥാവെ ഞങ്ങളുടെ പാദപീഠത്തിൽ ഒരിക്കൽ കൂടി താഴ്ച സമർപ്പിക്കുന്നു. സ്വർഗത്തിന്റെ ഇമ്പകരമായ ദിവസത്തിലെ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ടിരിക്കും. സഭാ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അത് ആ ശുശ്രൂഷകന്റെ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഷെപ്പേർഡ് നന്ദിയോട് സ്വർഗത്തിലെ സകല ആത്മീയ വരങ്ങളുണ്ട്. നിറയ്ക്കണമെന്ന് രോഗനോട് ഒന്നിച്ച് കർത്താവെ ദൈവവേലയാണ്. കർത്താവെ ഞങ്ങളെ കുറിച്ച് എല്ലാം അങ്ങ് ആഗ്രഹിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന കർത്താവെ നിന്റെ മകനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥന കഴിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ദൈവസ്നേഹം നിന്റെ മക്കളാക്കി തീർത്ത് അവകാശികളാക്കി തീർത്തതിനാണ് അങ്ങോട്ട് സ്തോത്രം ചെയ്തു നിങ്ങൾ പ്രാർത്ഥിക്കാമുണ്ട്. ദേവനാരായൺ പാസ്റ്റർ കർത്താവെ ഞങ്ങളുടെ ഇടയിലേക്ക് നീ അയച്ചതിനായിട്ട് സ്തോത്രം കർത്താവെ. ഒരു കാലത്ത് കർത്താവ് യേശുവിനെ അറിയാതിരുന്നിടത്തു കർത്താവ് സത്യം അറിയ സത്യത്തെ സ്വന്തരാക്കി കർത്താവ് ഈ ശിശുക്കൾക്ക് അതിജീവിച്ച് ഇത്രത്തോളം അവിടുന്ന് സഹായിച്ച എല്ലാ ദേവദാസനെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമോ? അദ്ദേഹം എവിടെ പോയാലും കർത്താവ്, എവിടെ ബസ്സിൽ ആരെ കണ്ടാലും കർത്താവ് അവരോടെല്ലാം സ്തുത്യർഹമായ കർത്താവിന്റെ വേല ചെയ്ത ദേവനാരായൺ പാസ്റ്ററോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കട്ടെ. കഴിഞ്ഞ 40 വർഷക്കാലം മാറ്റമില്ലാത്ത വാഗ്ദത്ത വചനം ധ്യാനിച്ച് വിശുദ്ധിയോടെ വേർപാടോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ദേവദാസിന് ദൈവം കൊടുത്ത വൻ കൃപയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഒരു വിശ്വാസി എങ്ങനെയായിത്തീരണം, ഒരു വിശ്വാസിയുടെ ആത്മീയ മാതൃക ജീവിതം എങ്ങനെയായിത്തീരണമെന്ന് വ്യക്തമായി മറ്റുള്ളവരെ കാണിക്കുന്ന ഒരു പാഠപുസ്തകം കൂടിയാണ് ദേവനാരായണ പാസ്റ്റർ. ഞാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ളൂ, ബന്ധപ്പെട്ടിട്ടുള്ളൂ.
എങ്കിലും ഞാൻ കണ്ടിരിക്കുന്നതായ ഒരു വലിയ സത്യം, അദ്ദേഹം ഏത് മീറ്റിങ്ങുകളിൽ എവിടെ വന്നാലും കൃത്യസമയത്തിന് മുമ്പ് അദ്ദേഹം എത്തിയിരിക്കും. യാത്രകളിലും വരവിലും പോക്കിലുമെല്ലാം അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ എവർഡൻ ലൈഫ് ചർച്ചിന്റെ കുവൈറ്റ്, തിരുവല്ല, തിരുവനന്തപുരം യൂണിറ്റുകളിൽ ആരുടെയെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ അദ്ദേഹം അത് ചോദിച്ച് മനസ്സിലാക്കി അതിനുവേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പ്രതിപുരുഷനാണ് അദ്ദേഹം. ദൈവം അങ്ങനെയുള്ളവരെ മാനിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ ഉയർത്തുന്നവനെ ഞാൻ ഉയർത്തുന്ന ദൈവത്തിന്റെ വാഗ്ദത്ത വചനം. ഈ ALF ചർച്ചിന്റെ ഏതെങ്കിലും ഭവനങ്ങളിൽ ഒരു മരണമുണ്ടായാൽ, ഒരു വിവാഹമുണ്ടായാൽ, ഒരു കൂട്ടായ്മ ഉണ്ടായാൽ, എത്ര ദൂരത്താണ് അദ്ദേഹം അവിടെ എത്തിയിരിക്കും. പ്രത്യേകിച്ച് മരണ വീടുകളിൽ തലേദിവസമേ വിളിക്കും, നമുക്ക് എപ്പോൾ പോകണം, എങ്ങനെ പോകണം, അദ്ദേഹം അവിടെ എത്തിയിരിക്കും. വളരെ ഡിസിപ്ലിനായിട്ട് ഒരു ക്രിസ്ത്യൻ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായ ഒരു ദൈവത്തിന്റെ പൈതലാണ് അദ്ദേഹം. കടന്നു പോകുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകളിലും ദൈവം ഈ ദാസനെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. 40 വർഷങ്ങൾക്കപ്പുറം മറ്റൊരു ജാതിയിൽ നിന്ന്, മറ്റൊരു മതത്തിൽ നിന്ന്, മറ്റൊരു വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തുവിനെ കണ്ടെത്തിയ വ്യക്തിക്ക് അത് അന്ത്യം വരെയും എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത് പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുക്കും. നമ്മളൊക്കെ സത്യ വിശ്വാസത്തിൽ ജീവിച്ചിരുന്നുവെങ്കിലും, പാരമ്പര്യത്തിന്റെ കെട്ടുകളിൽ ജീവിച്ചിരുന്നുവെങ്കിലും, അപ്പോഴാണ് എനിക്കതൊരു കുരിശ് പങ്കുവച്ചിരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. സനീഷാണ് എന്നത് കാണിച്ചത്. കാരണം മെസ്സേജ് പറയണമെന്നുണ്ട്. പിന്നെ കുരിശ് കർത്താവ് പറഞ്ഞിരിക്കുന്ന എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവരെല്ലാം എന്നെ ക്രൂശെടുക്കേണ്ട പിന്നാലെ നടന്നില്ല. ഞാൻ വെച്ച് കർത്താവ് ഇങ്ങനെ വിളിച്ചൊരു പെട്ടെന്നൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ആലോചിച്ചിരുന്നപ്പോഴത്തേക്കിന് ഡോക്ടർ മുരളീധരൻ്റെ ഒരു മെസ്സേജ് എൻ്റെ മനസ്സിൽ. ഡോക്ടർ മുരളീധരൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഓരോ മെസ്സേജും അമൂല്യ നിധികളാണ്. അദ്ദേഹത്തിൽ പറഞ്ഞൊരു മെസ്സേജ് ഞങ്ങൾ ചെറുപ്പമായിട്ട് ഞാനിത് പറയാം. സംഖ്യാപുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. ഇസ്രായേൽ അധാര്യം വഴിയായി വരുന്നു, തെക്കേ ദേശത്ത് വസിച്ചിരുന്ന കനാന്യനായ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ അവസരം കിട്ടുന്നത് എനിക്കാണെന്ന് തോന്നുന്നു. അപ്പം തന്നെ ഞാൻ അങ്കിളുടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്കിൾ എനിക്ക് ഒരു മെൻറ്റർ പോലെയായിരുന്നു. എൻ്റെ ബൈബിളിലെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, അത് ക്ലിയർ ആയി ചെയ്ത് തരാറുണ്ട്. അതുപോലെ ശുശ്രൂഷയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജോയിൻ ബ്രദർ ഓൾറെഡി പറഞ്ഞു, പങ്ക്ച്വലാണ്. അതുപോലെ തന്നെ അങ്കിൾ അടുത്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മറ്റുള്ളവരുടെ ദുഃഖം ഉള്ളവരെയാണ് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടത്. ഒരു ബറിയലൊക്കെ നടക്കുമ്പോൾ നമ്മൾ അവിടെ പോയി അവരെയൊക്കെ കാണണം. ഒരു വെഡിങ്ങിന് പോയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം അത് എന്നെ ഒരുപാട് ടച്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെപ്പോഴും എല്ലാവരുടെയും പേരുകൾ ഓർത്ത്, നമ്മുടെ പേരുകളും നമ്മുടെ മക്കളുടെ പേരുകളും കൊച്ചുമക്കളുടെ പേരുകളും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു അങ്കിളാണ്. അതിനായിട്ട് ഞാൻ കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഞങ്ങള് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും സുവിശേഷം പറയാറുണ്ട്. യാത്ര ചെയ്യുമ്പോഴെല്ലാം സുവിശേഷം പറയാറുണ്ട്. എരുമേലിയിൽ ഇങ്ങോട്ട് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും എല്ലാം അങ്കിള് സുവിശേഷം പറയാനായിട്ട് ആ സമയം എടുക്കാറുണ്ട്. പിന്നെ അങ്ങനെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ല, എനിക്കൊരു എക്സാമ്പിളാണ്. സഭയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരൊന്നെങ്കിൽ നേരിട്ട് കാണുക, അല്ലെങ്കിൽ വിളിക്കുക. അങ്ങനെ ഞങ്ങള് ചെയ്യാറുണ്ട്. അങ്ങനെ ദൈവം അതുപോലെ തന്നെ ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാവാറുണ്ട് പലപ്പോഴും. കാലാവസ്ഥയുടെ ഒക്കെ കഴുത്തിന് വേദന, നടുവിന് വേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ വരുമായിരുന്നു നമുക്ക് വേണ്ടി. അതിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. അങ്ങനെ ദൈവം എല്ലാ പുതിയ ശുശ്രൂഷയുടെ വഴികളും തുറന്നു കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചെയ്തു. ഈ ബഹുമാനപ്പെട്ട പാസ്റ്ററിന്റെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ്. കഴിഞ്ഞ 3 വർഷക്കാലം ട്രിവാൻഡ്രം ALFന്റെ ഇടയ ശുശ്രൂഷ വളരെ ശ്രേഷ്ഠമായിട്ട് നിർവഹിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാസ്റ്ററിനെ സഹായിച്ചു. അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. പാസ്റ്ററിനോടും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പിന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ
പാസ്റ്ററിന്റെ ഒരു പ്രത്യേക സ്വഭാവം എടുത്തു പറയേണ്ടതുണ്ട്. പാസ്റ്റർ തിരുവല്ല ALFന്റെ ഓരോ വ്യക്തികളുടെയും, ഞങ്ങൾക്ക് ഇത്രയും ഓർമ്മയില്ല, ഓരോ വ്യക്തികളുടെയും പേര്, അവരുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെ പേര്, അവരുടെ മക്കളുടെ, കൊച്ചുമക്കളുടെ പേര് എല്ലാം പറഞ്ഞ് പാസ്റ്റർ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ കുവൈറ്റ് ALFന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ തിരുവനന്തപുരം ALFിലുള്ള ഓരോ വ്യക്തി ജീവിതങ്ങളിൽ പേര് പേരായിട്ട് പാസ്റ്റർ പ്രാർത്ഥനയിൽ വഹിക്കുന്നു എന്നുള്ളത് വളരെ സ്തുത്യർഹമായ ഒരു സ്വഭാവമാണ്. മറ്റൊരു പാസ്റ്റേഴ്സിനും ഇത്രമാത്രം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവര് പ്രാർത്ഥിക്കുന്നില്ല എന്ന് അതിനർത്ഥമില്ല. പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നത് ഈ പാസ്റ്ററിനെയാണ്. കാരണം എന്റെ വിഷമ സന്ദർഭങ്ങളിലൊക്കെയും എന്നെ വിളിക്കുകയും എന്റെ കുടുംബത്തിന്റെ ക്ഷേമം അന്വേഷിക്കുകയും വചനപ്രകാരം ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് എപ്പോഴും വിളിച്ചു ചോദിക്കും. ഓരോരുത്തരുടെയും അവസ്ഥകൾ എങ്ങനെയുണ്ട്, പ്രത്യേകിച്ച് ബെഡിഡനായിരിക്കുന്ന എന്റെ അമ്മയെ ഓർത്ത് എപ്പോഴും പ്രാർത്ഥിക്കും, വിളിച്ചു ചോദിക്കും അമ്മയുടെ അവസ്ഥ ഇപ്പോഴെങ്ങനെയുണ്ട്, അമ്മയുടെ സ്നേഹാന്വേഷണം അറിയിക്കണം. എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച 4 മുതൽ 5 വരെയുള്ള സമയം 4 PM to 5 PM ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അതിന് പാസ്റ്റർ ഏറ്റവും ഉത്സാഹം കാണിച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഒരു ദിവസം പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എന്തായിരുന്നു വിഷയം എന്ന് വിളിച്ചു ചോദിക്കും. ഞങ്ങൾ ഒരുമിച്ച് ഈ തിരുവനന്തപുരത്തിന് വേണ്ടി, കുവൈറ്റിലെ ALFന് വേണ്ടി, തിരുവല്ലയിലെ ALFന് വേണ്ടി, ദേശത്തിന് വേണ്ടി, ദേശത്തിന്റെ സുവിശേഷീകരണത്തിന് വേണ്ടി, ഇവിടുത്തെ ഗവൺമെന്റിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട്, പ്രത്യേകിച്ച് പിന്നെ കട്ടപ്പനയുള്ള പിന്നെ ശുശ്രൂഷകളെ ഓർത്ത് അവിടുത്തെ ട്രൈബൽ മിഷൻ, അദ്ദേഹത്തിന്റെ ആദ്യ കാര്യം മരിച്ചു പോയ സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രണ്ടാമത് വിവാഹം നടന്ന സമയത്ത് അത് പറയാനല്ല നടന്നത് ഓർമ്മയാണ് ദേവദാസന്മാർ. ഡോക്ടർ ഏലിയാമ്മ ഇരാറ്റുപേട്ടക്കാരിയാണ്. ആലപ്പുഴ IPC വെച്ച് അവരുടെ വിവാഹം നടന്നു. അവിടെയും ഉണ്ടായിരുന്നു. ജസ്റ്റ് ചില വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കോയമ്പത്തൂർ പോയപ്പോൾ അവിടെ കടന്നു ചെന്നു. ഏലിയാമ്മ സിസ്റ്ററിനെ കണ്ടു. വിവരങ്ങളൊക്കെ പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞു ഞാൻ ഞായറുകോവിൽ പോയിരിക്കുകയാണ്. പെട്ടെന്ന് ഡോക്ടർ എനിക്ക് പറഞ്ഞു ഞാൻ വന്ന് നാളത്തെ ദിവസം ടിഫൻ കഴിച്ചിട്ട് അവിടെ പോകാമോ എന്ന് പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞ് കാണുക. എന്തായാലും അവിടെ നല്ല റൂമൊക്കെ തന്നു. ഇവിടെ അങ്ങനത്തെ നല്ല റൂം തന്നെയാണ്. ഇവിടെ കർത്താവ് നൽകുന്നതൊക്കെ നല്ലത് തന്നെയാണ്. അത് അങ്ങനെ താമസിച്ച് ആഹാരം കഴിച്ചവിടുന്ന് പ്രാർത്ഥിച്ചു പോകും. അപ്പം ആദ്യമായിട്ട് അഭിഷേകം തുടങ്ങി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. പെരുമ്പാലും ചെറിയ മുറി. അവിടെ കടന്ന് ചെന്ന് പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. കേരളത്തിലെ 14 ജില്ലകളിലും കുടുംബമായിട്ട് ആദ്യം തനിച്ചാണ് പെരുമ്പാലും കർത്താവിനെ വിളിക്കുന്നത്. പിന്നെ ദൈവാലോചന പ്രകാരം ഇന്ന സമയത്ത് വിവാഹം നടക്കുമെന്ന് പറഞ്ഞ് ആലോചന വന്നപ്പോൾ അത് അതുപ്രകാരം നടന്നു. 34 വർഷം കേരളത്തിലെ 14 ജില്ലകളിലും സഭ പാഴ്സനേജുകളിലും പാഴ്സനേജ് ഇല്ലാത്തവർക്കും ഷെഡ് വെച്ച് കെട്ടിയും പുല്ലുവേദന വിളിച്ച് ഞങ്ങളത് എനിക്കൊന്നും അറിയത്തില്ല. എന്നാൽ ഹോട്ട് സ്ഥലം വാങ്ങിക്കാനും എല്ലാ കാര്യവും അവിടെ എല്ലാ കർത്താവാത്മാക്കളെ തന്നു. ഇപ്പോഴും ഇങ്ങോട്ട് വരുന്നത് ഞാൻ 2009 ഭാര്യയ്ക്ക് സുഖമില്ലാത്തോളം ബന്ധിച്ച് ഞാൻ IPC ലീവ് എടുത്തത് ഒന്നും മറിച്ചു വരിക. എന്നെ ഏറ്റവും ആദ്യം മല്ല് പിടിച്ചിട്ടുള്ള പാസ്റ്റർമാരാണ്. 105 ഭാഷ പറയുന്ന പാസ്റ്റർമാരാണ്. പ്രവാചകന്മാരാണ് പേര്. പക്ഷെ എല്ലാം ഈ പുറമെ കാണുന്നില്ല, അകത്തൊന്നുമില്ല. ഞാൻ ആരും വിമർശിക്കല്ല. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ എന്നാണ് കർത്താവുണ്ട്. കർത്താവായ യോബ് പറയുന്നത് ഞാൻ ഒടുവിൽ ദേഹസഹിതനായി ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എന്റെ വീണ്ടെടുപ്പുകാരൻ ജാമ്യക്കാരൻ സ്വർഗത്തിലാണ്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അന്യനല്ല സ്വന്തം കണ്ണുകൊണ്ട് ദേഹസഹിതനായി എന്റെ കർത്താവിനെ കാണും. അനുഗ്രഹിക്കപ്പെട്ട പദവിയിലേക്ക് കർത്താവ് വിളിച്ച് നമ്മെ വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെങ്കിൽ നമ്മളെ കർത്താവിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടായി. എനിക്കൊരു സമയത്ത് തന്നെ പറഞ്ഞു ചില പൊടിമണ്ണ് കാര്യം തലയിലിട്ടാൽ അറിയാം മൂർഖനാണ് ദീർഘോദ്യാണ്. അവിടുത്തെ ശരിക്കും കൊണ്ടു. കാരണം 3 മാസത്തിൽ 8 മാസം വരെ അവിടെ യുദ്ധത്തിൽ പോയിട്ടുള്ള. ഞാൻ അവരോട് പറഞ്ഞു ഇവിടെ നിന്ന് എനിക്ക് എന്നെ അയച്ചവർ പോകണമെന്ന് പറഞ്ഞാൽ അത് ഇവിടുന്ന് പോകുന്ന പ്രസ്ഥാനം. ഇടുക്കി ഗവൺമെന്റ് എഴുതി തള്ളിയത് ജനവാസയ്ക്ക് പറ്റുന്നത്. അവിടെ കടന്നിരുന്ന് കല്ലുവേട്ടയെ കുറുക്കി എടുത്ത് വെച്ച് പാത്രമേൽ വെച്ച് അവിടെയൊക്കെ സാധനങ്ങളുണ്ട്. അപ്പൊ കൃപയാണ് ഞാൻ എന്ത് പറഞ്ഞു എല്ലാറ്റിലും അത്യന്തികമായാലും നമ്മുടെ കർത്താവ്. ആമേൻ. കഴിഞ്ഞ എനിക്കൊരു 18 വയസ്സായിരുന്നപ്പോ ആമേൻ എന്റെ വീട്ടിൽ കേൾക്കേണ്ട ശബ്ദം
പാട്ട് സമയാമം രഥത്തിൽ ഞാൻ എന്നുള്ള ഗാനമായിരുന്നു. ഹല്ലേലൂയ. ആ സമയത്ത് എൻ്റെ കഴുത്തിൽ ക്യാൻസറായിട്ട് ഞാൻ ട്രീറ്റ്മെന്റിന് വന്നത് ഇവിടെ RCC തന്നെയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ പദ്ധതി പ്രകാരമാണ് ആ RCC നടന്നു പോകേണ്ട ദൂരമുള്ളൂ, അവിടെ തന്നെ കർത്താവ് ശുശ്രൂഷകനാക്കി എന്നുള്ളത്. ഹല്ലേലൂയ. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഹല്ലേലൂയ, ഏത് നാട്ടിലാണോ നമ്മൾ അനുഭവിച്ചത് ആ നാട്ടിൽ നമ്മെ ഉയർത്തുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. ആ നല്ല കർത്താവിനെ പിന്നെയും നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഹല്ലേലൂയ. പെട്ടെന്ന് തന്നെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി തന്നെ ഈ ആരാധന ഇത്രയും പരിശുദ്ധാത്മാവ് നിറവിൽ ആക്കി തീർത്ത കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടായിരുന്ന കർത്താവിനെ തന്നെ ഹല്ലേലൂയ ഈ സമയം ഞാൻ നന്ദി പറയുകയാണ്. അടുത്തതായി ഹല്ലേലൂയ LFന്റെ സീനിയർ പാസ്റ്ററായി നമുക്ക് സേവനം അനുഷ്ഠിക്കുന്ന ജോൺ മാത്യു അങ്കിളിനോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. അടുത്തതായി തന്റെ തിരക്കുകളിൽ നിന്നും, ഇന്നറിയാം സൺഡേ ആണ്, അങ്കിള് ഒരു ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഉതുപ്പങ്കിള് ഹല്ലേലൂയ നമ്മുടെ ട്രൈബൽ മിഷന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. തന്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമുക്ക് വേണ്ടി കുറച്ച് സമയം ഹല്ലേലൂയ ചെലവഴിക്കുന്നതിന് വേണ്ടി കർത്താവ് കൂട്ടിവരുത്തിയല്ലോ. പുതിയ പ്രിയ ഉതുപ്പങ്കിളിനോടുള്ള നന്ദിയെയും സ്നേഹത്തെയും ഈ സമയത്ത് അറിയിക്കുന്നു. അടുത്തതായി ഹല്ലേലൂയ തന്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഹല്ലേലൂയ കടന്നു വന്ന അച്ഛനോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ദേവനാരായണ പാസ്റ്ററാണ്. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി സ്നേഹമുള്ള ഒരു പാസ്റ്ററാണ്. എനിക്ക് പാസ്റ്ററെ ഓർക്കുമ്പോൾ എപ്പോഴും ഓർമ്മ വരുന്ന ഒരു കാര്യം, ഒരു കല്യാണത്തിന് പോയപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് പാസ്റ്റർ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്തിരുന്നൊരു അങ്കിള് ആരാന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ആ പുള്ളിയുടെ അങ്ങോട്ട് കയറി സുവിശേഷം പറഞ്ഞു. ഞാൻ കഴിച്ചു, വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് പോയി. ഒരിക്കലും നമ്മൾ ചിന്തിക്കത്തില്ല. പുള്ളിക്കാരൻ ഒരു പെട്ടിയായിട്ട് വന്നിരുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അടുത്ത് വന്നിട്ട് പാസ്റ്റർ ചോദിച്ചു, ആരോട് വന്നത്, അത്രേ ചോദിച്ചുള്ളൂ. അവർക്ക് കർത്താവിനെ കൊടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് എപ്പോഴും ഓർക്കുമ്പോ അത് പെട്ടെന്ന് ഓർമ്മ വരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്തതായി തിരുവല്ല ചർച്ചിൽ നിന്നും കടന്നു വന്ന ജോയൽ ബ്രദർ, സുഭാഷ് ബ്രദർ, റിജു ബ്രദർ, സണ്ണിച്ചായൻ, ഐസക് ബ്രദർ, ബ്ലസ്സൻ തുടങ്ങിയ എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഈ ആരാധനയിൽ വന്ന് സംബന്ധിച്ച നമ്മൾ ഓരോരുത്തരോടും ഹല്ലേലൂയ ഒരു നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഒരറിയിപ്പായിട്ട് ഇനി പറയാനുള്ള, നമുക്ക് എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ജോണിയങ്ങളുടെ വീട്ടിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ബൊഫയാണ്. വണ്ടിയിൽ വന്നവര് നമുക്ക് ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഓർപ്പിക്കുന്നു. എല്ലാവരും ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശീർവദിച്ച് പരിപാലിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ലോകം ചിതറി പാർക്കുന്ന വിശുദ്ധന്മാരോടും നമ്മോടും നമ്മുടെ തലമുറകളോടും കൂടെ കർത്താവിന്റെ മേഘപ്രത്യക്ഷതയിലേക്കും ഇരിക്കുമാറാകട്ടെ.